പ്രിയമുള്ള രക്ഷിതാക്കളെ, 1-ാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാഅ എന്ന വിഷയത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, യോജിച്ച പേരുകൾ പറയുക. ഹബിലിൻ്റെ നേരെ അവിടെ പൗർണമി ചന്ദ്രൻ്റെ ഫോട്ടോയാണുള്ളത്. അപ്പോൾ അതിനോട് മാച്ചായത് ഹബിൽ എന്ന് പറഞ്ഞാൽ കയറ് എന്ന് കുട്ടികൾക്ക് അറിയണം. ആ കയറ് മാച്ച് ചെയ്ത് കൊടുക്കണം. 2, ദൽവ് എന്നത് ബക്കറ്റാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം. 3, തംർ, ഈത്തപ്പഴം, അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാകണം. 4, ബദർ, പൗർണമി ചന്ദ്രൻ, അത് മാച്ച് ചെയ്ത് പറയാൻ കഴിയണം. സമർ, പഴങ്ങൾ, ഇങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ അക്ഷരങ്ങളുടെ പേര് പറയുക. സ്വാദ്, സാ, ഹാ, ദാൽ, ഇങ്ങനെ അക്ഷരങ്ങളുടെ പേര് കുട്ടികൾക്ക് നോക്കി പറയാൻ കഴിയണം. പിന്നെയുള്ളത് മസലുൻ, ഖുബസുൻ, സമറുൻ, വസ്ബുൻ, ഹൈസു. ഇതിലൊക്കെ സാ എന്ന അക്ഷരമുണ്ട്. കുട്ടികൾക്ക് സാ പരിചയമുണ്ടോ എന്ന ഒരു പരീക്ഷയാണത്. അപ്പോൾ സാഇന് മുകളിൽ വട്ടം വരയ്ക്കാൻ ഉള്ളതാണ്. അപ്പോൾ ഓരോ അക്ഷരങ്ങളും കുട്ടികൾക്ക് കണ്ടാൽ മനസ്സിലാകണം. അതിനുവേണ്ടി കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. അടുത്തത് ഖാഇന് മുകളിൽ ചതുരം വരയ്ക്കാനുള്ളതാണ്. ഖുശുബുൻ, അഖുൻ, ഖബറുൻ, നഖ്ലുൻ, ഉഖ്തുൻ, ഷെയ്ഖുൻ, ഇതിലൊക്കെ ഖാ ഉണ്ടല്ലോ. ഈ ഖാഇൻ്റെ മുകളിൽ ചതുരം വരയ്ക്കാനുള്ളതാണ്. അടുത്തത് അറബി മലയാളം കുട്ടികൾക്ക് അറിയുമോ, പഠിച്ചിട്ടുണ്ടോ എന്ന പരീക്ഷയാണ്. ച എന്ന അക്ഷരത്തിന് മുകളിൽ വട്ടം വരയ്ക്കാനാണ്. പച്ച, അടച്ചു, ചാരി, ചക്ക, ചീര, ചൂടി, ഇതിലൊക്കെ എന്തുണ്ട്, ച എന്ന അക്ഷരമുണ്ട്. അത് കുട്ടികൾക്ക് അറിയോ എന്ന പരീക്ഷയാണ്. അപ്പോൾ അതിന് മുകളിൽ വട്ടം വരയ്ക്കാനുള്ളതാണ്. അടുത്തത് നോക്കി വായിക്കാനുള്ളതാണ്. ജു, ദി, സ, സി, തുൻ, ജുഷ്, ബിദ്, ഖുസ്, ബിത്ത്, സിർ, ഉഖിദ, സിത്റുൻ, ഷുർബുൻ, ഹുഷൂറുൻ, തായിബുൻ, തസ്വീറു. ഇങ്ങനെ ഈ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാനും ഓരോ അക്ഷരമായി വായിക്കാനും കൂട്ടി വായിക്കാനും ഒക്കെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. അതാണ് തഫ്ഹീമുൽ ഖിറാഅയിൽ ഉള്ള ചോദ്യങ്ങൾ. അല്ലാഹു നമ്മുടെ മക്കളെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.